ശിംഗനാപൂരിലെ ശനീശ്വര ക്ഷേത്രം. മന്ത്രകോടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ പ്രത്യേകതകളുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുമാണ്. നിഷ്കളങ്കരായ ജനങ്ങൾ ജീവിക്കുന്ന ഭാരതത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. ഇവിടെ മോഷ്ടാക്കളില്ല, വീടുകൾക്ക് കതകില്ല, കച്ചവട സ്ഥാപനങ്ങളിൽ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് കൃത്യമായ വില പെട്ടിയിൽ നിക്ഷേപിച്ചിട്ട് പോകുന്നു. കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ തോന്നുകയില്ല. ഇതുപോലെ മനോഹരമായൊരു ഗ്രാമം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഇതുപോലെ ഇന്ത്യ മുഴുവനും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നാട് അത്രയ്ക്ക് സത്യസന്ധരെ കൊണ്ട് നിറയുമായിരുന്നു. പറയാൻ പോകുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ അഹമ്മദ്നഗർ ജില്ലയിൽ ലോകപ്രശസ്തമായ ശനീശ്വര ക്ഷേത്രവും അവിടുത്തെ ഗ്രാമത്തെയും കുറിച്ചാണ്. ഇവിടങ്ങളിൽ സദാസമയം വാതിലുകളില്ലാതെ തുറന്നു കിടക്കുന്ന വീടുകളും കടകളും ഓഫീസുകളും ദേവാലയങ്ങളും മറ്റും വളരെയേറെ പ്രത്യേകതകൾ ഉള്ളതുപോലെ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ ഈ മറാഠി ഗ്രാമം ലോകത്തിന് തന്നെ മാതൃകയാകുന്നു. ഗ്രാമവാസികളുടെ സത്യസന്ധതയ്ക്കുള്ള മഹത്തായ അംഗീകാരം കൂടിയാണിത്. പച്ചപ്പെട്ട് വിരിച്ച കരിമ്പിൻ പാടങ്ങളും കാറ്റിലാടുന്ന തെങ്ങോലകളും ഈ ഗ്രാമത്തിന് പ്രകൃതി ഭംഗി ഒരുക്കുന്നു. വെയിൽ കൊണ്ട് വലയുന്ന യാത്രക്കാർക്ക് ആശ്വാസമായി വഴിയോരങ്ങളിൽ കരിമ്പിൻ നീര് വിൽക്കുന്ന കടകൾ, ഒറ്റക്കാളുകളെക്കൊണ്ട് ആട്ടിയെടുക്കുന്ന കരിമ്പിൻ ജ്യൂസ് കടുത്ത വേനലിൽ ആശ്വാസമാണ്. വാതിലുകളില്ലാത്ത കെട്ടിടങ്ങളിൽ ഇരിക്കുന്ന ധനം കവർന്നെടുക്കണമെന്ന് മോഹിക്കാത്ത, മദ്യപിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വിശുദ്ധരായ ഗ്രാമീണർ ഉറങ്ങുന്നത് പോലും തുറന്ന ഭവനങ്ങളിലാണ്. എന്നാൽ ഇവിടെയും ഇന്നോളം ആരെയും പാമ്പ് കടിച്ചതായി കേട്ടുകേഴ്വിയില്ല. അവർക്ക് തുണയായി ഗ്രാമത്തിന് ഐശ്വര്യമായി ശനീശ്വര ദേവനുണ്ട്. ശിംഗനാപൂരിനെ കുളിരണിയിച്ചുകൊണ്ട് പ്രവര നദി ഒഴുകുന്നു. ഈ നദിക്കരയിലാണ് ക്ഷേത്രം. വാതിലോ മേൽക്കൂരയോ ഇല്ലാത്ത മനോഹരമായ ശ്രീകോവിൽ. ശനീശ്വര ദേവൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവൻ ഇവിടെ സ്വയംഭൂവാണ്. 6 അടിയോളം ഉയരമുള്ളതാണ് വിഗ്രഹം. ഈ വിഗ്രഹം കണ്ടെത്തിയത് ചില കുട്ടികളത്രേ. 150 വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ ശക്തമായ മഴ മൂലം ഈ നാട് വെള്ളത്തിനടിയിലായി. മഴ മാറി വെള്ളം ഒലിച്ചു പോയതോടെ ശനീശ്വര വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു. കുട്ടികൾ ആ വിഗ്രഹം ഉയർത്താൻ നോക്കിയെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. എന്നാൽ ആ ശ്രമത്തിനിടയിൽ ആയുധം തട്ടി വിഗ്രഹത്തിൽ ചോര പൊടിയുകയുണ്ടായി. അതിനെ തുടർന്ന് നാട്ടിൽ പല അത്ഭുതങ്ങളും നടന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ മേൽക്കൂര നിർമ്മിക്കാനുള്ള പരിശ്രമവും നാട്ടുകാർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. എന്നാൽ ശനീശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഗ്രാമം ഇന്നും ഐശ്വര്യ സമൃദ്ധമായിരിക്കുന്നതെന്ന് ഗ്രാമവാസികൾ പറയുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ചെയ്യണേ.